ഇന്നത്തെ മെസ്സേജിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ നാമത്തിൽ. നമുക്ക് ഒരു വേദവാക്യം വായിക്കാം. കർത്താവ് നമ്മേവരെയും സഹായിക്കട്ടെ. ദൈവവചനം അത് മനസ്സിലാക്കുവാനും ഗ്രഹിപ്പാനും അതിൻ്റെ ശക്തിയോടെ ജീവിപ്പാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. സ്തോത്രം. നമ്മൾ പലപ്പോഴും കേട്ടും പരിചയവും ചെയ്തും ഉള്ള കാര്യമാണ്. ഇവിടെ ഒന്നും പുതുതല്ല. എങ്കിൽ തന്നെയും അതൊന്നുകൂടെ ആഴത്തിൽ അറിയുവാൻ, അത് നമ്മെ ഏറ്റവും അധികം പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്: അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഈ നാളുകളിൽ നമുക്ക് ചില മാസങ്ങളിൽ അല്ലെങ്കിൽ 1-2 വർഷം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആലോചന ബൈ ഹിസ് സ്പിരിറ്റ്, അവൻ്റെ ആത്മാവിനാൽ. ഇവിടെ അവൻ്റെ ആത്മാവിനാൽ ദൈവം നമ്മെ നടത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മോർ ഓഫ് ജീസസ് നമ്മൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുക, നടത്തപ്പെടുക എന്ന് പറയുമ്പോൾ യേശു മുഴുവനായിട്ടും നമ്മുടെ ഉള്ളിൽ ആവഹിക്കുക, ഇല്ലെങ്കിൽ ഉൾക്കൊള്ളുക, നമ്മെ നടത്തുക, നമ്മിൽ ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാതൽ എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോസ്തലനായിരുന്ന പത്രോസ് തൻ്റെ ആദ്യത്തെ പ്രസംഗം, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്രസംഗം, ഞാൻ പലരോടും പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അത്. ഫസ്റ്റ് ക്രിസ്ത്യൻ മെസ്സേജ് ഇന്നലെയും 1-2 പേരോട് പറയുകയുണ്ടായി. അപ്പോൾ ആദ്യത്തെ മെസ്സേജിൽ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ നമുക്ക് വായിച്ച് കേൾക്കാം. സിസ്റ്റർ വായിച്ചാട്ടെ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും, രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. സ്തോത്രം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇത് മുന്നമേ യോവേൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നത് എന്ന് പത്രോസ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എന്നാൽ ഇത്രയും പറഞ്ഞ് പരിശുദ്ധാത്മാവ് വന്ന കാര്യം, ഇത് നിങ്ങൾ മദ്യപിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചിട്ടല്ല ഈ അന്യഭാഷ പറയുന്നതും ഈ കാണുന്നതെല്ലാം, ഇത് ദൈവത്തിൻ്റെ ആത്മാവ് വന്നതാണ് എന്ന് തെളിയിച്ചുകൊണ്ട് പറഞ്ഞ്, ഇത്രയും പറഞ്ഞ് ഒരു വാക്യം കൂടെ അവിടെ പത്രോസ് പറഞ്ഞു, ആഡ് ചെയ്തു. എന്താണത്? വായിച്ചാട്ടെ. അതിൻ്റെ 21-ാമത്തെ വാക്യം. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ദൈവം അരുളി ചെയ്തിരിക്കുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിൻ്റെ നാമം ഈ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ട് അതിൻ്റെ അന്തസത്ത പറയുകയാണ്. എന്താണ് പറഞ്ഞത്? എന്നാൽ. സ്തോത്രം അല്ലേ? ഒന്നുകൂടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ, എൻ്റെ ദാസന്മാരുടെ മേലും എൻ്റെ ദാസിമാരുടെ മേലും ഞാനത് ആത്മാവിനെ പകരും. പിന്നെ ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. മാത്രമല്ല, കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്തു. ഇത് യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അരുളി ചെയ്ത കാര്യം ഇവിടെ പത്രോസ് എടുത്തു പറയുകയാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നമ്മിൽ കാണുന്നത് അന്ന് പ്രവാചകൻ പറഞ്ഞതാണ്, പ്രവാചകനിലൂടെ ദൈവം വാഗ്ദത്തം ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഈ അന്ത്യകാലത്തിൻ്റെ ചില അടയാളങ്ങൾ അവിടെ രേഖപ്പെടുത്തിയതിന് ശേഷം പത്രോസ് പറയുന്ന കാര്യം, അത് യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള കാര്യമാണ്, പറഞ്ഞതാണ്. എന്നാൽ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഈ ആത്മാവ് ലഭിച്ചവൻ, അതായത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഈ ആത്മാവ് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും പകർന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ പകരപ്പെട്ടവരുടെ മേൽ അവരുടെ കയ്യിൽ ഒരു നാമം നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ അവർക്ക് തെളിവായി
വ്യക്തമായിട്ട് ശക്തിയോടെ അത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ് യോവേൽ പ്രവാചകൻ അവിടെ പറഞ്ഞു ഇതിനേക്കാളും ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങളോട് മാത്രമായിട്ടാണ് പറയുന്നത്, അല്ലേ? യഹൂദന്മാരാണ് അവിടെയുള്ളവരെല്ലാവരും, അവരോടാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ ആ വാക്ക് പറഞ്ഞ് അവിടെ നിർത്തി. ആരെ? പത്രോസ്. എന്നാൽ യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ ഒരു ഭാഗം കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് വായിച്ചാട്ടെ. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിത ഗണവും. നോക്കണേ, അപ്പോൾ സിയോൻ പർവ്വതത്തിലും യെരൂശലേം, അതായത് യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് അവിടെ പറയുന്നത്, ഒരു രക്ഷിത ഗണവും പിന്നെ ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. പിന്നെ അവിടെയുള്ള ആരുണ്ടാകും? ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ ജഡത്തിൻ്റെ മേൽ ആരുടെ മേലെല്ലാം ഈ ഏതെല്ലാം ഫ്ലഷിൻ്റെ മേലാണോ ഈ ആത്മാവിന് പകരുന്നത്, ആ കൂട്ടത്തിൽ എന്തൊക്കെയുണ്ട്? ഒരു ചെറിയൊരു കൂട്ടം വരും. ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. യഹൂദനും കാണും, യഹോവ വിളിപ്പാനുള്ളവനും കാണും. അതാരൊക്കെയാണ്? ഞാനും നിങ്ങളും അടങ്ങുന്ന കൂട്ടം. അപ്പോൾ ഇവർക്കെല്ലാവർക്കുമുള്ള ഗുണമെന്ന് പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ഹല്ലേലൂയ രക്ഷിക്കപ്പെടും. സ്തോത്രം. അത്രയും പവർഫുള്ളാണ്. ഇവിടെ പത്രോസ് എന്താണ് പറയുന്നത്? വെള്ളിയും പൊന്നും ഞങ്ങളുടെ പക്കൽ ഇല്ല. അന്ന് ഏറ്റവും വിലയേറിയ കാര്യമാണ് അവിടെ പറയുന്നത്. ഈ പൊന്ന് വെള്ളി ഇതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, എന്നാൽ അതിനേക്കാൾ വിലയേറിയ ഒരു നാമം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പറയുകയാണ്, ആ നാമത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നടക്കുക. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അപ്പോസ്തലനായിരുന്ന പത്രോസ് തുടർന്ന് എന്താണ് പ്രതിപാദിച്ചത്? വിഷയം നമുക്ക് ചില വാക്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാം. 2-ാം അധ്യായത്തിൻ്റെ തന്നെ 22-23 വാക്യങ്ങൾ. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവീൻ. അപ്പോൾ അതിൻ്റെ തുടക്കം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് വന്നത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തുടർന്ന് കണ്ടിന്യൂവേഷനാണ്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സമ്പൂർണ്ണ സ്ഥിര നിർണയത്തിലും മുന്നറിവിലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ തറപ്പിച്ചു കൊന്നു. നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ തറപ്പിച്ചു കൊന്നു. ഇനി അടുത്ത വാക്യം വായിച്ചാട്ടെ. അത് 22-23 വാക്യങ്ങൾ. 32-33 വാക്യങ്ങൾ. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. നിങ്ങൾ തറപ്പിച്ചു കൊന്നു. ഈ യേശുവിനെ ദൈവം എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിച്ചു. വായിച്ചാട്ടെ. അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദാനം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. അപ്പോൾ ഈ യേശുവാണ് നിങ്ങൾ അവനെ തറപ്പിച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ, അതിനിടയ്ക്ക് പറയുന്നുണ്ട്, മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ചില എക്സ്പ്ലനേഷൻ ഞാൻ അതെടുത്തില്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു അതിനുശേഷം, എന്നാൽ ഈ യേശുവിനെ എന്ത് ചെയ്തു? ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാണ്. ഇനി അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതൊക്കെയും പകർന്നു തന്നു. അപ്പോൾ യേശുവാണ് ഇതിന് മുഴുവനും കാരണക്കാരൻ, അല്ലേ? ഈ യോവേൽ പ്രവാചകൻ പറഞ്ഞ ആ പരിശുദ്ധാത്മാവ് ഇന്ന് സകല ജഡത്തിൻ്റെ മേലും പകരപ്പെട്ടതിൻ്റെ ഉത്തരവാദി, അല്ലെങ്കിൽ അതിന് സകലത്തിനും കാരണഭൂതൻ ആരാണ്? യേശുവാണ്. അവനെ നിങ്ങൾ തറപ്പിച്ചു കൊന്നു, അവനെ ദൈവം ഉയർപ്പിച്ചു, അവൻ പിതാവിൽ നിന്ന് ഈ വാഗ്ദത്തം വാങ്ങി ഇന്ന് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ചെയ്യുവാനിടയായി തീർന്നു. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. 36-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവവും കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അവനെ ദൈവം ഉയർത്തി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പറയുകയാണ്. ഈ പരിശുദ്ധാത്മാവ് വന്നതിൻ്റെ എക്സ്പ്ലനേഷനിലുള്ള ആദ്യത്തെ പ്രസംഗമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞു നിന്ന് തീർന്നപ്പോൾ ഇനി ഞാൻ പറയാം. അതായത് അവർ പറഞ്ഞു, ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ ചോദിച്ചു, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? അപ്പോഴാണ് ഈ പത്രോസ് പറയുന്നത്, നിങ്ങൾ ഇനി എന്തു ചെയ്യണം? മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം ഏൽക്കുവിൻ. അപ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചതായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കും ലഭിക്കും. നിങ്ങൾക്കും അത് ലഭിക്കണം, അത് കിട്ടണം.
സ്തോത്രം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ട്? യേശുവിൻ്റെ നാമം നിങ്ങളുടെ കൂടെയുണ്ട്. സകല ജഡത്തിന്മേൽ ഇത് പകരും. അതിനുശേഷം അന്ത്യകാലത്താണ് സംഭവിക്കുന്നത്. ആ സമയത്ത് അതിൻ്റെ അന്ത്യകാലത്തിൻ്റെ പല സൈനുകളും നിങ്ങൾ കാണും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിലൂടെ, ദൈവത്തിൻ്റെ ആത്മാവിനെ കിട്ടുന്നതിലൂടെ തന്നെ നമ്മൾ ലഭിക്കുന്നത് യേശുവിൻ്റെ ഒരു വലിയ ശക്തിയാണ്, സാന്നിധ്യമാണ്. ഞാൻ പറഞ്ഞുതരാം. 3 കാര്യങ്ങൾ അവിടെ പറയുന്നു. ഒന്ന്, ദ പ്രസൻസ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യേശുവിൻ്റെ സാന്നിധ്യം, അവൻ്റെ വിൽ, അവൻ്റെ ഇഷ്ടം, അവൻ്റെ ക്യാരക്ടർ അവിടെ നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. എന്ന് വെച്ചാൽ, ഉദാഹരണം എന്താണ്? ഒരു ആവശ്യത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ യേശു എന്തോ ചെയ്യും? ഹല്ലേലൂയ, അവനോട് കരുണ തോന്നും, അല്ലേ? അവന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് തോന്നും, അല്ലേ? ഒരു കുരുടനായ മനുഷ്യനെ കണ്ടപ്പോൾ അവനെ കണ്ണ് തുറക്കണം. ഒരു മുടന്തനായവനെ കണ്ടപ്പോൾ അവനെ നടക്കണം, അവനെ അങ്ങനെ യേശു ആ സാന്നിധ്യത്തിൽ എന്തുണ്ടോ ആ കാര്യം എന്തുണ്ടാകും? ദ പ്രസൻസ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ വരും. ദ പ്രസൻസ്. രണ്ടാമത്, ദി അതോറിറ്റി. യേശുവിൻ്റെ യേശുവിന് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? സകല നാമത്തിനും വലിയ നാമമാക്കിയിട്ട് അവനെ മഹത്വപ്പെടുത്തി ഉയർത്തിയിരിക്കുകയാണ്. ആ അതോറിറ്റി നമ്മുടെ ജീവിതത്തിൽ വരും. എപ്പോൾ? ഈ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ. അടുത്തത് എന്താണെന്നറിയാമോ? സ്തോത്രം, ദ പവർ ഓഫ് ഗാഡ്. അവൻ്റെ ശക്തി അത് നമ്മുടെ ജീവിതത്തിൽ വരും. യേശുവിൻ്റെ നാമം എന്ന് നമ്മൾ പറയുമ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളതാണ്, പ്രാർത്ഥിക്കുമ്പോൾ അവസാനം പറഞ്ഞത് വെച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, സ്തോത്രം, യേശു ഇവിടെ, ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ നീ സൗഖ്യമാകുക, അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക, അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത്, അവൻ്റെ സാന്നിധ്യം അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യുമായിരുന്നോ അത് ഇന്ന് നടക്കട്ടെ. അവൻ ഏത് അതോറിറ്റിയോടുകൂടെ ഇത് ചെയ്യുമായിരുന്നോ ആ അതോറിറ്റി ഇവിടെ എസ്റ്റാബ്ലിഷ് ആകട്ടെ. അടുത്തത്, അവൻ്റെ ഹല്ലേലൂയ പവർ എങ്ങനെ വെളിപ്പെടുമായിരുന്നോ അത് ഇവിടെ വെളിപ്പെടട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. സ്തോത്രം. അത് നമുക്ക് ഓർമ്മ നിൽക്കാനായിട്ട് എപ്പോഴെല്ലാം യേശുവിൻ്റെ നാമം ഉപയോഗിക്കുന്നു ആ സമയത്ത് നമ്മിൽ ഉൾക്കൊള്ളേണ്ടുന്നത്, സ്തോത്രം, ഗ്രഹിപ്പാനായിട്ട് നമുക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയെ ഓർക്കാം. PAP അല്ലേ? എന്താണ്? ദ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദി അതോറിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഓൾസോ ദി പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആത്മാവിനെ ജഡത്തിൻ്റെ മേൽ പകർന്നതിന് ശേഷം എന്തുണ്ടെന്ന് പറയുന്നത്? സകലവും ഈ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനൊക്കെ എന്തുണ്ട്? രക്ഷയുണ്ട് എന്ന് പറയുന്നത്. സ്തോത്രം. അതിനൊരു ഉദാഹരണം ഇവിടെ കാണാം. എന്താണ്? അപ്പസ്തോലനായിരുന്ന പത്രോസ് വാസ്തവത്തിൽ യേശുവിൻ്റെ കൂടെ നടന്നു എന്ന് പറയാൻ അവന് മടിയായിരുന്നു, അല്ലേ? ഒരു ബാലിക ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ അവനെ അറിയത്തില്ല. യേശുവിൻ്റെ കൂടെ ഞാൻ 3.5 വർഷം നടന്നു എന്ന് പറയാൻ അവന് മടിയായിരുന്നു. എന്നാൽ ഹല്ലേലൂയ 50 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നു, എൻ്റെ ഉള്ളിൽ ഇപ്പോൾ സംതിങ് ഉണ്ട്. ഹല്ലേലൂയ. അവൻ പറയുകയാണ്, പൊന്നും വെള്ളി ഒന്നല്ല, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് in the name of Jesus you get up and walk. Hallelujah. എന്ന് വെച്ചാൽ ഞാൻ അന്ന് ഈ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുന്നമേ ഞാൻ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലും എനിക്ക് ഭയമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഞാൻ പറയുന്നത്, യേശുവിൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ ഹല്ലേലൂയ ആ അതോറിറ്റി എൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ യേശുവിൻ്റെ ആ പവർ, ശക്തി അത് എൻ്റെ കൂടെയുണ്ട് എന്ന് അപ്പസ്തോലനായിരുന്ന പത്രോസ് അവിടെ പ്രഖ്യാപിച്ച് പറയുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, എന്താ? ഇൻ ദ നെയിം ഓഫ് ജീസസ് യു ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക്. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ ആത്മാവ് ലഭിച്ച ഏവനും ദൈവം തന്നിട്ടുള്ളതാണ് ഈ നാമം. ആ നാമം എന്ന് വെറും JUSS എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിവിടാനുള്ളതല്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ ആ നാമത്തിൽ നമ്മൾ എടുത്ത്
ഹല്ലേലൂയ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ചിന്ത, അപ്പസ്തോലനായിരുന്ന പത്രോസിൻ്റെ ചിന്ത ഇതാണ്: ഞാൻ അവൻ്റെ കൂടെ നടന്നു എന്ന് പറയാൻ പോലും ഞാൻ ഹല്ലേലൂയ മടിച്ചിരുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറയുന്നു, ഇൻ ദ നെയിം ഓഫ് ജീസസ് യു ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക് എന്ന് പറയുമ്പോൾ അവന് ഞാൻ മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്നു. അവൻ്റെ സാന്നിധ്യം ഇന്ന് എൻ്റെ കൂടെയുണ്ട്, അവൻ്റെ ശക്തി എൻ്റെ കൂടെയുണ്ട്, അവൻ്റെ അതോറിറ്റി എൻ്റെ കൂടെയുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഞാനും നിങ്ങളും ഹല്ലേലൂയ ചിലതിനോട്, ചില സാഹചര്യങ്ങളോട്, ചില വ്യക്തികളോട് നമ്മൾ പറയേണ്ടത് ആവശ്യമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആമേൻ, തിങ്സ് വിൽ ബി ഡിഫറെൻറ്റ്. അതുകൊണ്ടാണ് എല്ലാ നാമത്തിനും മേലായ നാമമായിരിക്കുന്നത്, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമമായിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇനി അപ്പോൾ ഇത് കഴിഞ്ഞ അവസാനം പത്രോസ് പറയുന്നത് എന്താണ്? ഈ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, ഈ നാമത്തിൽ നിങ്ങൾ ഹല്ലേലൂയ ചില തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്തുണ്ട്? ഈ നാമം നിങ്ങളെ വഴി നടത്തും. 2-ാം അധ്യായത്തിൻ്റെ 38 എന്താ പറഞ്ഞത്? വായിച്ചട്ടെ. 2-ാം അധ്യായത്തിൻ്റെ 38. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ ക്രിസ്തയേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. എന്താ പറയുന്നത്? ഹല്ലേലൂയ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കും. അവിടെ ഒരു ഒബീഡിയൻസ് ആണ്. ഏത് നാമത്തിൽ? ഈ യേശു ക്രിസ്തുവിൻ്റെ അതേ നാമത്തിൽ. ഹല്ലേലൂയ. നാം ആ നാമത്തിൽ നമ്മൾ ഒബേ ചെയ്യുമ്പോൾ, മാനസാന്തരപ്പെട്ടുകൊണ്ട് ആ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ എഗ്രി ചെയ്തിട്ട് നമ്മൾ, അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാനം നടത്തിയായിരുന്നു. എന്നാൽ ഇവിടെ യേശു തെളിയിച്ചു പറയുകയാണ്, ഈ യേശുവിൻ്റെ ശക്തിയെ മനസ്സിലാക്കിയിട്ട്, ഈ യേശുവിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കിയിട്ട്, ഈ യേശുവിൻ്റെ ഹല്ലേലൂയ സ്തോത്രം അതോറിറ്റിയെ മനസ്സിലാക്കിയിട്ട് ആ നാമത്തിൽ നിങ്ങൾ ഒബേ ചെയ്യുകയാണെങ്കിൽ, സ്നാനപ്പെടുകയാണെങ്കിൽ, ഒരു കാര്യം, ഇന്ന് നമ്മുടെ സത്യ ബ്രദറിൻ്റെ മകൻ ജെസ്സി ഇന്ന് സ്നാനപ്പെടുകയാണ്. ഈ സമയത്തായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാം വിളിച്ച് അതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചായിരുന്നു. ദൈവത്തിന് മഹത്വം കരറ്റുകയാണ്. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലായിരുന്ന അവർക്ക് ദൈവം ഹല്ലേലൂയ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലമായിട്ട് അവർ ഒരു ദാനമായി ഒരു പൈതലിനെ കൊടുത്തു. ഞാൻ കഴിഞ്ഞ ദിവസം അവരോട് പറഞ്ഞു, ഇന്ന് വരെ ഒരു ചൈൽഡിനെ ദൈവം കൊടുത്തു, എന്നാൽ ഇന്ന് തുടങ്ങി ഒരു ചൈൽഡ് ഓഫ് ഗോഡിനെ ദൈവം അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. കർത്താവ് അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണെങ്കിൽ ഈ നാമത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഈ നാമത്തിൽ നിങ്ങൾ എന്തു ചെയ്യണം? മുഴുവനായിട്ടും സമർപ്പിക്കണം. അതിനുവേണ്ടി എന്തു ചെയ്യണം? സ്നാനപ്പെടണം. ചെയ്യുകയാണെങ്കിൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു 2 വാക്യങ്ങൾ മാത്രം നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14:26. അതിന് മുന്നത്തെ വായിച്ചോട്ടെ. എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും. അപ്പം യേശുവിൻ്റെ സാന്നിധ്യവും യേശുവിൻ്റെ പ്രസൻസും അതോറിറ്റിയും ശക്തിയും നമ്മിലേക്ക് വരുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ ചെയ്തത്, അവൻ പറഞ്ഞത് ഒക്കെ നമ്മുടെ ഉള്ളിൽ അങ്ങ് ആഴ്ന്നിറങ്ങുകയാണ്, നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. ഞാനും നിങ്ങളും 2000 വർഷം മുന്നേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിറയപ്പെടുമ്പോൾ, ഹല്ലേലൂയ ഈ കൂട്ടത്തിലല്ലാത്ത ശേഷിച്ചവരിൽ അവൻ വിളിച്ചിരിക്കുന്ന ചിലരും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഞാനും നിങ്ങളും ആ കൂട്ടത്തിൽപ്പെട്ടവരാ. നാം എന്ത് ചെയ്യേണ്ട? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ അവൻ്റെ 2000 വർഷം മുന്നേ ജീവിച്ച യേശുവിൻ്റെ ശക്തി, ഇന്ന് ഉയരത്തിൽ മഹിമയോടെ ഇരിക്കുന്ന യേശുവിൻ്റെ ശക്തി, അവൻ്റെ അതോറിറ്റി, അവൻ്റെ സാന്നിധ്യം ഹല്ലേലൂയ എന്നിലും നിങ്ങളിലും നിറയപ്പെടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ ശക്തി അവൻ പറഞ്ഞത് അല്ലെങ്കിൽ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് ഓർമ്മ വരുമെന്ന് അവിടെ പറഞ്ഞെങ്കിൽ, സ്തോത്രം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്തുണ്ടാകുന്നത്? യേശു പറഞ്ഞ കാര്യങ്ങൾ, പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരും എന്ന് പറഞ്ഞെങ്കിൽ, അപ്പോസ്തലപ്രവൃത്തി 1:8 എന്താ പറഞ്ഞത്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. ഈ യേശു പഠിപ്പിച്ച കാര്യങ്ങൾ, യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ അതോറിറ്റി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്താകും? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്താകും? എൻ്റെ സാക്ഷികൾ ആകും. ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. അതാണ് നമ്മൾ ഇവിടെ പത്രോസിലൂടെ നമ്മൾ കണ്ടത്.
അവൻ പറയുകയാണ് ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ആരൊക്കെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ ഹല്ലേലൂയ കർത്താവിനൊരു സാക്ഷിയായി തീരുകയാണ്. കർത്താവിൻ്റെ പേര് പോലും പറയുമ്പോൾ ഓടിപ്പോയ അവൻ ഇപ്പോഴിതാ ഒരു സാക്ഷിയാകുകയാണ്. എന്താ കാരണം? അവന് മനസ്സിലാക്കി അവൻ്റെ ഉള്ളിൽ എന്തോ കിട്ടിയിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. അതല്ലേ അവൻ പറഞ്ഞത്, പൊന്നിനേക്കാളും വെള്ളിയേക്കാളും ശ്രേഷ്ഠമായത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. അവൻ കുതിച്ചു ചാടി. ഹല്ലേലൂയ. വളരെ പെട്ടെന്ന് ആ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഇന്നു മുതൽ ഈ യേശുവിൻ്റെ നാമം ഞാനും നിങ്ങളും ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഞാനും നിങ്ങളും വിശ്വാസത്തോടെ ഉപയോഗിക്കണം. ഹല്ലേലൂയ. എല്ലാവർക്കും ഉള്ളതല്ല. ആർക്കുള്ളതാണ്? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് പ്രാപിച്ചവർക്ക്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം, ശക്തി, അവൻ്റെ അതോറിറ്റി ലഭിച്ചവർക്ക്. ഹല്ലേലൂയ. അവൻ ചെറിയവനായാലും വലിയവനായാലും ഹല്ലേലൂയ, അവന് വലിയ പദവിയൊന്നും ഇവിടെ ഇല്ലെങ്കിലും സ്തോത്രം, വലിയ ധനമാടിനല്ലെങ്കിലും അതോറിറ്റിയൊന്നും ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവ് വന്നാൽ അവനിൽ ലഭിക്കുന്ന ശക്തി എന്ന് പറയുന്നത്, അവനിലുള്ള സാന്നിധ്യം എന്ന് പറയുന്നത്, അവൻ്റെ ഹല്ലേലൂയ അതോറിറ്റി എന്ന് പറയുന്നത് യേശു നൽകുന്ന അതോറിറ്റിയാണ്. അതാണ് പത്രോസ് അവിടെ എടുത്ത് ഉപയോഗിച്ചത്. സ്തോത്രം. 7 കൂട്ടം കാര്യങ്ങൾ പ്രത്യേകമായിട്ടും ദൈവ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ബൈബിളിൽ ഉടനീളം നോക്കിയാൽ നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും. 1, സ്തോത്രം, എന്താണ് സംഭവിക്കുന്നത്? ദ ഫോർഗീവ്നെസ് ഓഫ് സിൻ. ഹല്ലേലൂയ. പാപത്തിൻ്റെ പരിഹാരം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ വായിച്ചാട്ടെ അപ്പോസ്തല പ്രവൃത്തി 10:43. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും. അവന്റെ നാമം മൂലം എന്തുണ്ടാകും? പാപമോചനം ലഭിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. നമ്മൾ ആരെയും കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് തന്നെ അയ്യോ ഞാനൊരു തെറ്റ് ചെയ്തു, യേശുവിൻ്റെ നാമത്തിൽ ശക്തിപ്പെടുക. നമുക്ക് പാപമോചനം ആ ഒരു നാമത്തിൽ മാത്രമേ ഉള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും വീണുപോയതായിട്ട് കേട്ടാൽ യേശുവിൻ്റെ നാമത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവം വിടുതൽ കൊടുക്കും. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. ആ ഒരു നാമത്തിന് മാത്രമേ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് വിടുതൽ നൽകുവാൻ പറ്റത്തുള്ളൂ, പാപത്തിൽ നിന്ന് വിടുതൽ നൽകാൻ പറ്റത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഒന്നാമത് പാപങ്ങൾക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ. എത്ര സന്തോഷം. ഹല്ലേലൂയ. കർത്താവ് അത് പാപം ചെയ്തിട്ട് അതിനെ എടുത്തു കളയുന്നത് മാത്രമല്ല, വിശ്വസിച്ചവർക്ക്, യേശുവിൽ നിലനിൽക്കുന്നവർക്ക് പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയും ആ നാമത്തിലുണ്ട്. ഹല്ലേലൂയ. പലരും വീണിട്ട് വേണം പിന്നെ ഇനി പ്രാർത്ഥിച്ച് ഒഴിവാക്കാൻ വേണ്ടി കാത്തിരിക്കുക. വേണ്ട. ഹല്ലേലൂയ. വീഴാൻ നിൽക്കണ്ട. പ്രാർത്ഥനയോടെ ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ ശക്തിപ്പെട്ടാൽ പാപത്തോട് നോ പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 2, സ്തോത്രം, എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 2:21. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്താ പറഞ്ഞേ? അവൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ആരെല്ലാം വിളിച്ചപേക്ഷിക്കുന്നു അവനെല്ലാം എന്തുണ്ട്? രക്ഷയുണ്ട്. വേറെ ഒരു നാമത്തിലുമില്ല. പത്രോസ് വീണ്ടും ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 4-ാം അധ്യായം. ഈ ഒരു മുടന്തൻ എഴുന്നേറ്റു അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടന്നതിനെ ഒരുപാട് ക്വസ്റ്റ്യനിങ് അല്ലെങ്കിൽ ഒക്കെ ഉണ്ടായി. സ്തോത്രം. എന്നാലേ അതിനുശേഷം വീണ്ടും കൂടിയിരിക്കുന്ന അധികാരികളോട് പത്രോസ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം തന്നെ തീർത്തു പറയുന്നു. എന്താണത്? നമുക്ക് വായിച്ച് കേൾക്കാം. 4-ാം അധ്യായത്തിൻ്റെ 12. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ദൈവമക്കളെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് നാം രക്ഷ പ്രാപിക്കുവാനായിട്ട്. ഹല്ലേലൂയ. നമുക്ക് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് ആ ഒരു നാമം. ആ നാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ആ നാമത്തിൽ ആശ്രയിക്കുമ്പോൾ അവൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, ഓർത്തു വയ്ക്കണം, PAP. ഹല്ലേലൂയ. അവൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യുമോ അതിവിടെ നടക്കും. അവനോട് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നടക്കുമോ അത് നടക്കും. അവൻ്റെ അതോറിറ്റി ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആകും. അവൻ്റെ ശക്തി ഇവിടെ ഡെമോൺസ്ട്രേറ്റഡ് ആകും. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തത് ഹല്ലേലൂയ. എന്ത് സംഭവിക്കും? നമ്മളിപ്പോൾ കണ്ടതുപോലെ ഹീലിംഗ്, മിറാക്കുലസ് ഹീലിംഗ് ഇപ്പോൾ നമ്മൾ കണ്ടു യേശുവിൻ്റെ നാമത്തിൽ. അല്ലേ? ഒന്നുകൂടെ വായിച്ചാട്ടെ. 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. എനിക്കുള്ളത് നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട് കേട്ടോ, ഈ പവർ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആ ശക്തി എൻ്റെ കയ്യിലുണ്ടെന്നുള്ളത്? പത്രോസും ഹല്ലേലൂയ അവിടെ എടുത്തുപയോഗിച്ച ആ ശക്തി എൻ്റെയും നിങ്ങളുടെയും കയ്യിലുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഉണ്ടെങ്കിൽ അത് നമ്മുടേതാണ്. സ്തോത്രം.
യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ബലഹീനരായവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ആവശ്യമുള്ളവരെ കാണുമ്പോൾ, ദൈവം എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ ചിലത് തന്നിട്ടുണ്ട്, ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വെറും നമുക്ക് എന്താ പറയുക, ആത്മാവിൽ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നത്. അടുത്തത് പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വായിക്കാം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അവർ ഭൂതങ്ങളെ പുറത്താക്കും. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ നാമത്തിൽ എന്തോ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. ദൈവമല്ലാത്തതിനെ എല്ലാത്തിനെയും ഓടിപ്പിക്കാനുള്ള ശക്തി എൻ്റെയും നിങ്ങളുടെയും കയ്യിലുണ്ട്. നമ്മളിത് വിട്ടിട്ട് ചിലവരുടെ അടുക്കിലേക്ക് പോവുക, പേര് കേട്ടവരുടെ അടുക്കിലേക്കില്ല. യേശുവിൻ്റെ നാമം ഹല്ലേലൂയ നമ്മുടെ കയ്യിലുണ്ട്. നമുക്കെതിരെ ഒരു മനുഷ്യനും നിൽക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ നാമം നാം ഉപയോഗിക്കുകയാണ്. കാരണം യേശുവിൻ്റെ നാമത്തിൽ എന്തൊക്കെയുണ്ട്? അവൻ്റെ പ്രസൻസ് ഉണ്ട്, അവൻ്റെ അതോറിറ്റി ഉണ്ട്, അവൻ്റെ പവറുണ്ട്. അതുകൊണ്ട് വേറെ ആർക്കും ദുഷ്ടനെ നിൽക്കാൻ പറ്റത്തില്ല. He will drive out every demon. സ്തോത്രം. അതിൻ്റെ കൂടെ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അന്യഭാഷകൾ. യേശുവിൻ്റെ നാമത്തിൽ അന്യഭാഷകളിൽ സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യഭാഷകൾ സംസാരിക്കുന്നത് എന്താ ചെയ്യുന്നത്? ദൈവത്തോട് മർമ്മങ്ങളെ സംസാരിക്കും. അവൻ ദൈവമായിട്ട് ആഴത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഉള്ളൊരു ഗുണമാണ് എന്ത്? അവൻ സ്തോത്രം ആഴത്തിൽ ദൈവത്തോട് സംസാരിക്കും. ഹല്ലേലൂയ. അവ ആഴത്തിൽ ദൈവമായിട്ട് ബന്ധപ്പെടും. യേശു അപ്പനോട് ബന്ധപ്പെടുന്നത് പോലെ. ഹല്ലേലൂയ. യേശു പിതാവുമായുള്ള ബന്ധം എങ്ങനെയോ അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞവൻ അവനോട് സംസാരിക്കും. യേശു എപ്പോഴും ഹല്ലേലൂയ അപ്പനോട് സംസാരിച്ചു കൊണ്ടിരുന്നത് പോലെ, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് പോലെ. ഹല്ലേലൂയ. അത് അന്യഭാഷകളിൽ വരാം, അത് പല രീതിയിൽ അത് വെളിപ്പെടാം. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ അതുണ്ട്. നമ്മൾ പ്രത്യേകം അത് ഉൾക്കൊള്ളണം, നമ്മളത് പ്രാപിച്ചെടുക്കണം. നമുക്ക് വേണ്ടി തന്നത് എല്ലാ ജഡത്തിൻ്റെ മേലും ആത്മാവിന് പകരുമെന്ന് പറഞ്ഞപ്പോൾ യോവേൽ പ്രവാചകൻ പറഞ്ഞു നിർത്തിയത് എന്താണ്? അവൻ്റെ നാമം അത്ര വലുതാണ്. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും, രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. അവിടുത്തെ രക്ഷ എന്ന് പറയുന്നത് ഇത് മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മെ നടത്തുന്നത്. അവിടെ പറയുന്നു നമുക്ക് അന്യഭാഷകളിൽ സംസാരിക്കാം, നമുക്ക് ദൈവത്തോട് സംസാരിക്കാം, മർമ്മങ്ങളെ സംസാരിക്കാം. മാത്രവുമല്ല ദുഷ്ടനെ എതിർത്ത് നിൽക്കാം, അവനെ ഓടിക്കാം. സ്തോത്രം. അടുത്ത് പറയുന്നു ഹല്ലേലൂയ. എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 13-14 വാക്യങ്ങൾ വായിച്ചോട്ടെ. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും. എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും. എന്താണ് ഈ നാമത്തിൻ്റെ പ്രത്യേകത? പലരും നമുക്ക് ഇനി യേശുവിൻ്റെ നാമത്തിൽ കുറേ SMS അയച്ചാൽ അതൊന്നും നടക്കത്തില്ല. 100 പ്രാവശ്യം ഈ നാമത്തെ എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ പലപ്പോഴൊക്കെ കേട്ട് കാണും. എന്നാൽ അങ്ങനെയൊന്നും നടക്കുന്ന നാമമല്ല ഇത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാനും ഒക്കെ വേണ്ട ഒരു കാര്യമൊന്നുമല്ല ഇത്. എന്നാൽ യേശുവിൻ്റെ നാമം പറയുമ്പോൾ, യേശുവിൻ്റെ നാമം ഹല്ലേലൂയ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്, നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നൊരു സാന്നിധ്യമുണ്ട്, നമ്മിൽ നിൽക്കുന്നൊരു അതോറിറ്റിയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഈച്ച് ടൈം, എവറി ടൈം നമ്മളത് പറയുമ്പോൾ, നമ്മളത് ഉപയോഗിക്കുമ്പോൾ ആ ശക്തിയും സാന്നിധ്യവും അതോറിറ്റിയും നമ്മുടെ ജീവിതത്തിൽ നമ്മളിലൂടെ അത് മറ്റുള്ളവരിലേക്ക് വെളിപ്പെട്ട് വരട്ടെ. അത് വിടുതലായിട്ട്, അത് സൗഖ്യമായിട്ട്, ഡെലിവറൻസ് ആയിട്ട്, ഹല്ലേലൂയ സ്തോത്രം, കാര്യങ്ങളുടെ സാധ്യമായിട്ട്, രക്ഷയായിട്ട്, പാപങ്ങളുടെ വിടുതലായിട്ട് സംഭവിക്കട്ടെ ഇന്ന് മുതൽ. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞിരിക്കുന്നു. എന്താണ്? വായിക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ്റെ നാമത്തിൽ കൂടി വരണം കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവൻ നമ്മൾ മധ്യത്തിൽ അവൻ ഉലാത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് വെറുതെ പറഞ്ഞൊന്നുമല്ല. ഇന്ന് നമ്മൾ കൂടി വരുന്ന അവൻ്റെ നാമത്തിലാണെങ്കിൽ അവൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ, അവൻ നമ്മുടെ മധ്യത്തിലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നോക്കിക്കേ ആ നാമത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, ആ നാമത്തിൻ്റെ ഹല്ലേലൂയ മഹത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ വേറെ ഒരു നാമവുമില്ല, രക്ഷ പ്രാപിക്കാൻ വേറൊരു നാമവുമില്ല, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേറൊരു നാമവുമില്ല, അല്ലെങ്കിൽ നമുക്ക് സൗഖ്യം ലഭിക്കാൻ വേറൊരു നാമവുമില്ല.
ഞാൻ പറയുന്നത് നമ്മുടെ സൗഖ്യം, ഒരു ദിവസം ദൈവം അനുവദിക്കുകയാണെങ്കിൽ അതേക്കുറിച്ച് പിന്നീട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ സൗഖ്യമെന്ന് പറയുന്നത്, ദൈവം തരുന്ന സൗഖ്യമെന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഇവിടെ അവൻ സൗഖ്യം തരുന്നു, അവൻ വിടുതൽ തരുന്നു. എന്നാൽ ഈ സൗഖ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ സൗഖ്യം, ഓരോ സൗഖ്യം ലഭിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം, ഒരു ഇറ്റേണൽ സൗഖ്യത്തിനുള്ള ഒരു വിശ്വാസം നമ്മിൽ ഡെവലപ്പാകും. ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക് തന്നിട്ട് നമ്മൾ സൗഖ്യം വന്നാലോ, ഇതിൻ്റെ പവർ കഴിഞ്ഞ് ഇനി എന്നാ വരാമെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം, ഞാൻ പറയട്ടെ, നമുക്ക് സൗഖ്യം തരികയും ചെയ്യും. മാത്രമല്ല നമ്മുടെ ആത്മാവിന് ബലം തരും, നമ്മുടെ ഹല്ലേലൂയ സോളിന് ശക്തി തരും. അത് നമ്മെ പല അസുഖങ്ങളിൽ നിന്നും വിട്ടുവയ്ക്കും, വരാതെ നമ്മെ തടയും. ഹല്ലേലൂയ. കർത്താവ് ആ നാമത്തിലെ ജയമെടുക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ബൈ ഹിസ് സ്പിരിറ്റ്. ഹല്ലേലൂയ. നമ്മൾ ഓർത്തു വയ്ക്കുക, എങ്ങനെയാണോ അവൻ്റെ ശക്തി അവിടെ ഡെമോൺസ്ട്രേറ്റ് ആയത്, അതുപോലെ നമ്മുടെ ജീവിതങ്ങളിലൂടെ അത് ഡെമോൺസ്ട്രേറ്റ് ആകും. ഹല്ലേലൂയ. ഇത് എല്ലാ ഡിസൈപ്പിളുകളുടെ ജീവിതത്തിൽ, എല്ലാ ശിഷ്യന്മാരുടെ ജീവിതത്തിലും അത് സാധ്യമായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി നിന്ന എല്ലാ ദൈവഭക്തന്മാരുടെ ജീവിതത്തിലും അത് സാധ്യമായിരുന്നു. അവർ യേശുവിൻ്റെ നാമത്തിലെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവരെന്ത് ചെയ്തു? ആ ശക്തിയോടെ ലോകത്തിൽ അറ്റത്തോളം സാക്ഷിയായിട്ട് ജീവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പ്രത്യേകമായിട്ട് ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആരാധിച്ചതിന് ശേഷം ഞാൻ ചിന്തിക്കുന്നു, ഒരു നിമിഷം നമുക്കെടുത്ത് പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കാം. ഈ ശക്തിയുടെ ഒരു പ്രത്യേക അഭിഷേകം നമ്മുടെ മേൽ ഇന്ന് വരട്ടെ. ആ നാമത്തിൻ്റെ ഒരു പ്രത്യേക അഭിഷേകം നമ്മുടെ മേൽ വരട്ടെ. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആ നാമം ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്ന രീതിയിൽ, ദൈവത്തിൻ്റെ നാമം വെളിപ്പെടുന്ന രീതിയിൽ, അവൻ്റെ പ്രസൻസ്, സാന്നിധ്യം വെളിപ്പെടുന്നത് പോലെ, അവൻ്റെ അതോറിറ്റി വെളിപ്പെടുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ശക്തി നമ്മുടെ എല്ലാം ജീവിതങ്ങൾ വരട്ടെ. ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഇടങ്ങളിലെ കർത്താവിന് വേണ്ടി സാക്ഷികളാകണം. ഹല്ലേലൂയ.